ശ്രീ വി പി ശ്രീപത്മനാഭൻ, ചർച്ച തുടരുമ്പോൾ ഈ വഖഫ് പ്രശ്നം കേരളത്തിൽ ഉടലെടുത്തപ്പോൾ BJP വ്യാപകമായി പറഞ്ഞുകൊണ്ടിരുന്നത് വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കപ്പെടുന്നതോടുകൂടി പ്രശ്നം പരിഹരിക്കും എന്നുള്ളതായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം തന്നെ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അവസാനിപ്പിക്കുക, ഇതൊക്കെയാണ് പുതിയ നിയമം ലക്ഷ്യം വെക്കുന്നതാണ്. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പക്ഷേ കേരളത്തിൽ അത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധക്കിടയാക്കും വിധം ഒരു രാഷ്ട്രീയ പ്രശ്നമായി BJP ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് നേരിട്ടുകൊണ്ടിരുന്നത്. സർക്കാർ ഇവിടെ വസ്തുതാന്വേഷണത്തിന് വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചപ്പോഴും സർക്കാരിന് പറയാനൊരു ന്യായമുണ്ടായിരുന്നു. കാരണം അവിടെ കഴിയുന്ന ആളുകളുടെ ഉടമസ്ഥാവകാശം ഉറപ്പ് നൽകുന്ന ഒരു നിലപാടായി സർക്കാർ ആ കാര്യത്തെ കണ്ടിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു ഒരു ഉത്തരവ് വന്നു എന്നതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയേറ്റു എന്ന് BJP കരുതുന്നുണ്ടോ? സർക്കാരിൻ്റെ ശ്രമങ്ങൾ ഫലം കാണാനുള്ള നീക്കങ്ങളായിരുന്നില്ല എന്ന വിമർശനം നിങ്ങൾക്കുണ്ടോ? അല്ല ഗോപികൃഷ്ണ, 1995 നരസിംഹറാവു സർക്കാർ, കോൺഗ്രസ് സർക്കാർ പാസാക്കിയ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40യും സെക്ഷൻ 85യും സെക്ഷൻ 97 ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇത്രയും അപകടകരമായ, ഇത്രയും ഒരു ഭാരതം പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്തിൽ ഒരിക്കലും പാടില്ലാത്ത അത്യന്തം അപകടകരമായ നിയമമല്ലേ 95 പാസാക്കിയ വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പും 85-ാം വകുപ്പും 97-ാം വകുപ്പും ഒക്കെ? ഈ രാജ്യത്തിലെ സുപ്രീം കോടതിക്കും ഈ രാജ്യത്തിലെ ഹൈക്കോടതികൾക്കും ഇടപെടാൻ പോലുമുള്ള സ്വാതന്ത്ര്യവും അധികാരവും എടുത്തു കളഞ്ഞില്ലേ? എന്താ സെക്ഷൻ 40 പറയുന്നത്? വഖഫ് സംബന്ധിച്ച തർക്കങ്ങൾ വഖഫ് ബോർഡാണ് പ്രാഥമികമായി പരിശോധിക്കേണ്ടത്. അവിടെ പരിശോധിച്ച് അവരൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം മാറ്റാനുള്ള അധികാരം ട്രൈബ്യൂണലിന് മാത്രമാണ്. ട്രൈബ്യൂണലിൻ്റെ തീരുമാനം അന്തിമമാണ്. അന്തിമമായ തീരുമാനമെടുക്കാൻ ഒരു ജില്ലാ ജഡ്ജിൻ്റെ ട്രൈബ്യൂണലിന് എങ്ങനെ അധികാരം കൊടുത്തു? അപ്പോൾ ആ ഹൈക്കോടതിയില്ലേ ഇവിടെ സുപ്രീം, അവർക്കൊന്നും ഇടപെടാൻ വയ്യ. ഈ ഒരു വകുപ്പും നിയമവും ഉള്ളിടത്തോളം കാലം ഇത് കോൺഗ്രസ്സുകാർ പറയണ്ടല്ലോ 10 മിനിറ്റ്, ഇതൊക്കെ എന്താ പറയുക, തരംതാണ തമാശകളാണ്. 10 കൊല്ലം എടുത്താൽ പരിഹരിക്കാൻ പറ്റില്ല. 10 കൊല്ലം എടുത്താൽ അത്രയും സങ്കീർണമാണ് പ്രശ്നം. കാരണം റുട്ട് ജൂറിസ്ഡിക്ഷന് പോവും, SLP പോകും. ഇതൊക്കെ വലിയ അപകടമാണ്. ഇത് നേരത്തെ സിവിൽ കോടതിക്കായിരുന്നു അധികാരം. 95-ന് മുമ്പ് രാജ്യത്തെ സിവിൽ കോടതിക്കായിരുന്നു വഖഫ് ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അധികാരം. അതെടുത്തു കളയേണ്ട ഒരാവശ്യവുമില്ല. ആ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കൊക്കെ എളുപ്പത്തിൽ ഇടപെടാൻ പറ്റുമായിരുന്നു. മാത്രവുമല്ല, ബന്ധപ്പെട്ട കക്ഷികൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമായിരുന്നു. ആ ഒരു അവസരവും കൂടി ഇല്ലാണ്ടാക്കി. 2 വ്യക്തികൾ അല്ലെങ്കിൽ വഖഫ് ബോർഡും കുറേ വ്യക്തികളും തമ്മിൽ സ്വത്ത് തർക്കം നടക്കുമ്പോൾ ആ തർക്കം പരിഹരിക്കാൻ ആ വഖഫ് ബോർഡിനും 2 വ്യക്തികൾക്കും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പരിഹരിക്കാനുള്ള അധികാരം പോലും എടുത്തു കളഞ്ഞില്ലേ? അതുപോലെ എടുത്ത് സർക്കാരിന് മധ്യസ്ഥം വഹിക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞില്ലേ? അപകടകരമായ നിയമമല്ലേ 95-ൽ കോൺഗ്രസ്സുകാർ പാസ്സാക്കിയത്? പ്രത്യേകിച്ച് സെക്ഷൻ 40, 85, 97 ഒക്കെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുന്നു. 10 കൊല്ലം കൊണ്ടാവില്ല. പിന്നെ ഈ സർക്കാർ, കേരള സർക്കാർ ചെയ്തത് അബദ്ധമാണ്, ശുദ്ധ അബദ്ധമാണ്. കാരണം ഞാൻ ഒറ്റ വരി വായിക്കാം. സിൻസ് ദി വഖഫ് ട്രൈബ്യൂണൽ is seized of the question relating to the nature of the property situated in survey number 18/1, the erstwhile Vadakekara village, including the character of the deed relative to said property, it is imperative that no other authority or any nature whatsoever deal with issues that can have a direct or indirect impact on such a pending matter. സർക്കാരിന് അധികാരമില്ല, ആർക്കും അധികാരമില്ല. മധ്യസ്ഥത്തിന് പോലുമുള്ള സാധ്യത എടുത്തു കളഞ്ഞില്ലേ? ശ്രീപത്മനാഭൻ, ഞാൻ അതിലൊന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതായത് 1995-ലെ വഖഫ് നിയമം നൽകുന്ന അധികാരമനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലുകൾ അക്കല്ലേ ഈ കാര്യങ്ങൾ ഒരു അന്തിമമായ തീരുമാനമെടുക്കാൻ പറ്റൂ. അതായത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളിലെ ആത്യന്തികമായ അധികാരവും തീരുമാനങ്ങളും വരേണ്ടത് വഖഫ് ബോർഡിൽ നിന്നും വഖഫ് ട്രൈബ്യൂണലിൽ നിന്നുമാണെന്നുള്ളത് ഇപ്പോൾ നാട്ടിലെ നിലനിൽക്കുന്ന നിയമമല്ലേ? ആ നിയമത്തെ ശരിവെക്കും തരത്തിൽ, അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ നിലനിൽപ്പിനെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലല്ലേ ഇന്ന് കോടതി നടത്തിയിരിക്കുന്നത്? അല്ല, കോടതിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നാട്ടിൽ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ചല്ലേ കോടതിക്ക് വിധി പറയാൻ പറ്റുള്ളൂ. അതല്ലേ കുഴപ്പം.
അതായത് ഒരു സിവിൽ കോടതിയാണെങ്കിൽ മുൻസിഫ് കോർട്ടിലോ സബ് കോർട്ടിലോ പെൻഡിങ് മാറ്റർ, ജില്ലാ കോടതിയിലോ പെൻഡിങ് മാറ്റർ ആണെങ്കിൽ ഹൈക്കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാം, ഹൈക്കോടതിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം, സുപ്രീം കോടതിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇതൊന്നും പറ്റില്ല എന്ന്, ഇതൊന്നും പറ്റാണ്ടാക്കിയില്ലേ. ഈ 95-ലെ നിയമം എത്ര അപകടകരമായ നിയമമായി കോൺഗ്രസ്സുകാർ പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ ഈ വഖഫ് സ്വത്തുക്കളുടെ വെരിഫിക്കേഷൻ ആണെങ്കിലും അതിന്റെ അപ്രൂവൽ അതോറിറ്റി, അതില്ലെങ്കിൽ അപ്രൂവൽ അധികാരം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതെല്ലാം വഖഫ് ബോർഡിൽ നിന്ന് മാറ്റി അത് ജില്ലാ കളക്ടർക്ക് നൽകുന്നു എന്നതല്ലേ? അതായത് വഖഫ് ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ച് സിവിൽ കോടതിയുടെ പവറുള്ള സർവേ കമ്മീഷണറാണ് വെരിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ അത് മാറ്റി ജില്ലാ കളക്ടർക്ക് നടത്തുന്നു എന്നത് ഈ ന്യൂനപക്ഷ വിരുദ്ധ നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് ഇതിലെ BJPയുടെ താല്പര്യം എന്താണ് എന്ന ചോദ്യം മറുഭാഗത്ത് ഉയരുന്നത്. അതും ഈ സന്ദർഭത്തിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അല്ല ഗോപികൃഷ്ണ, ഇന്ത്യ രാജ്യത്ത് വഖഫ് ഭൂമിയായി ബന്ധപ്പെട്ട് എത്ര കേസുണ്ടെന്നറിയോ? ഒന്ന് നോട്ട് ചെയ്തോളൂ. 40,900 40,900 കേസസ് ആണ്. 40,900 കേസ്. അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും വഖഫ് ബോർഡും തമ്മിലുള്ള കേസ് എത്ര അറിയോ? 9,000 ചില്ലുവാനം. 9,000 ചില്ലുവാനം. ബാക്കി 31,000 കേസുകളും വഖഫ് ബോർഡും അമുസ്ലിങ്ങളും തമ്മിലാണ്. അപ്പം റവന്യൂ അധികാരികളല്ലേ ഇത് പരിശോധിക്കേണ്ടത്? ഈ രാജ്യത്തെ വഖഫ് ബോർഡിൽ 4-ൽ 3 അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വഖഫ് ബോർഡിന്റെ കേസുകൾ കിടക്കുന്നത്. അപ്പോൾ ഈ സർവേയുടെ മുകളിലിരിക്കുന്ന ആളല്ലേ കലക്ടർ? റവന്യൂ സർവേയർ ആരാ? തഹസിൽദാറിന്റെ കീഴിൽ ഉദ്യോഗസ്ഥൻ. അപ്പോൾ താലൂക്ക് സർവേയറേക്കാൾ തഹസിൽദാറിനേക്കാൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു ജില്ലയുടെ പരമാധികാരിയാണ് കലക്ടർ. അപ്പോൾ സർവേയുടെ മുകളിലിരിക്കുന്ന ആളല്ലേ? അപ്പം നന്നായതല്ലേ? അപ്പോൾ റവന്യൂ അധികാരി മാത്രവുമല്ല, 4-ൽ 3 കേസുകളും അമുസ്ലിങ്ങളുമായിട്ടാണ്. അമുസ്ലിങ്ങളുമായ കേസാണ് ഇവിടെ 4-ൽ 3. എന്നിട്ട് വഖഫ് ബോർഡ് തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് എത്ര അപകടകരമാണ്. അത് അവിടെ കോടതിയിൽ ആ വഖഫ് ബോർഡ് മുമ്പാകെ കേസിന് പോകുന്ന അവന്റെ മനസ്സിൽ ഇതെന്തായാലും തോൽക്കുമെന്നല്ല അവര് പോകുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ടൈറ്റിൽ തീരുമാനിക്കാനുള്ള അധികാരം എങ്ങനെയാണ് ജില്ലാ കളക്ടർക്ക് നൽകുക എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. അത് പ്രാഥമികമായിട്ടാണ്, ജില്ലാ കളക്ടർക്ക് പ്രാഥമികമായിട്ടാണ്. ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഒരു സെക്യുലർ സംവിധാനമാണ്, അല്ലേ? നമ്മുടെ രാജ്യത്തെ സെക്യുലർ സർക്കാരിൻ്റെ, അതായത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ പിണറായി വിജയന്റെ കീഴിലുള്ള സെക്യുലർ സംവിധാനത്തിന്റെ ഭാഗമാണ് ജില്ലാ കളക്ടർ. അവിടെ തീരുമാനിച്ചിട്ട് തർക്കം വന്നാൽ സിവിൽ കോടതിയിൽ പോവാം. വസ്തുവിന്റെ വിലക്കനുസരിച്ച് മുൻസിഫിലോ സിവിൽ സബ് കോടതിയിലോ പോകാം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇത് സെക്യുലർ രാജ്യമല്ലേ? വഖഫ് ബോർഡിന് മുമ്പാകെ പോയിട്ട് എന്താ കാര്യം? വഖഫ് ബോർഡ് ആരാ വഖഫ് ബോർഡ്? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വഖഫ് ബോർഡിനേക്കാൾ ജസ്റ്റിസ് ഷുഡ് ജസ്റ്റ് ടു ബി ഡൺ, ഇറ്റ് ടു ബി ഡീംഡ് ടു ബി ഡൺ എന്നുണ്ട്. നീതി നടപ്പിലാക്കിയാൽ പോരാ, നടപ്പാക്കാൻ തോന്നുകയും വേണം. അപ്പോൾ സെക്യുലർ സംവിധാനം നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടത്തിലെ റവന്യൂ ജില്ലാ അധികാരി കലക്ടർ പ്രാഥമികമായിട്ടും അതിൽ തർക്കമുണ്ടെങ്കിൽ അതിൽ ഫൈനലല്ല. ഇവിടെ പറയും പോലെ ഒന്നും ഫൈനലല്ല. സിവിൽ കോടതിയിൽ പോകാം, ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. ഇത് വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇടക്കാല ഉത്തരവുകൾ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായ ഒരു നിയമമല്ലേ ഇത്? ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിയമമുണ്ടോ? മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ജില്ലാ ജഡ്ജിന്റെ തീരുമാനം അന്തിമമാണെന്ന്? അപ്പൊ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് ഇവരാണ്. ഇത് പരിഹരിക്കാൻ ഞാൻ പറയാം, ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പുതിയ നിയമം നിലവിൽ വന്നാൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് സിവിൽ കോടതിയിലെ തർക്കം കൂടുന്ന കക്ഷികളെ പോലെ പരസ്പരം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാം. പുതിയ നിയമം വന്നാൽ അത് സാധ്യമാവും. കാരണം വെറും സിവിൽ കോടതി തർക്കമായി മാറും. അപ്പോൾ 2 സിവിൽ കോടതി തർക്കത്തിലുള്ള ആൾക്കാർക്ക് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സൗഹാർദ്ദത്തോടെ സംസാരിച്ച് തീർക്കാം. അതുപോലും സമ്മതിക്കാത്ത നിയമമാണ് നിലവിലുള്ള നിയമം. അപ്പോൾ പുതിയ നിയമം വന്നാൽ ഈ 2 കൂട്ടർക്കും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സർക്കാരിന് മധ്യസ്ഥരാവാം. പിണറായി സർക്കാർ ആണെങ്കിൽ പിണറായി സർക്കാർ, അതല്ലെങ്കിൽ അടുത്ത സർക്കാരാണെങ്കിൽ അടുത്ത സർക്കാരിന് മധ്യസ്ഥം വഹിച്ച് ഇത് രമ്യമായി പരിഹരിക്കാം. അതിൻ്റെ സാധ്യതയെങ്കിലും പുതിയ നിയമത്തിന് വരും. അതുകൊണ്ട് പുതിയ നിയമം വരാൻ കാത്തിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി.